بينهم ردما آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا وتركنا بعضهم يموج يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا. സൂറത്തുൽ കഹ്ഫ് 94 മുതൽ 99 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും. ഖാലു, ആ പ്രദേശവാസികൾ പറഞ്ഞു. എവിടെയാണ് പ്രദേശം, എവിടെയാണ് പിന്നെ ഞാൻ കാണിച്ചത്. ആ പ്രദേശവാസികൾ പറഞ്ഞു, ദുൽഖർനൈൻ എന്ന ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏതാണെന്ന കാര്യത്തിൽ തർക്കമുണ്ട്. സയ്യിദുന ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 500 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്നും അല്ല മുആസിർ ഇബ്രാഹിം ആണെന്നും അഭിപ്രായമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട അഭിപ്രായവും. മുആസിർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടമാണെന്ന് പ്രധാന പക്ഷം. അപ്പോൾ നമ്മുടെ എത്ര ബിഫോറാകും? ഏകദേശം 4000. ഇതാണ് പ്രധാന പക്ഷം. അദ്ദേഹമാണ് അവ്വലു മൻ ആനഖ്, ആദ്യം ആലിംഗനം ആരംഭിച്ചത് അദ്ദേഹമാണ് എന്നാണ് ചരിത്രം. അതായത് മുആനഖത്ത്, ഇങ്ങനെ കഴുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു അഭിവാദ്യം, ഇല്ലേ, സുന്നത്താണല്ലോ. ഇതാദ്യമായി തുടങ്ങിയത് ദുൽഖർനൈനാണ് എന്ന് പ്രധാനപ്പെട്ട അഭിപ്രായം. അദ്ദേഹം മുആനഖത്തെ ചെയ്തത് ഇബ്രാഹിമിനെയാണ് അലൈഹിസ്സലാം, സയ്യിദുനാ ഇബ്രാഹിം. കൂട്ടത്തിൽ പറയട്ടെ, ദുൽഖർനൈൻ നബിയല്ല എന്നാണ് പ്രധാന പക്ഷം. ദുൽഖർനൈൻ നബിയല്ല എന്നാണ് പ്രധാന പക്ഷം. ഒന്നിലധികം നൂറ്റാണ്ട് ജീവിച്ച ആളായതുകൊണ്ടാകാം 2 കർണിൻ്റെ ആൾ എന്നടിസ്ഥാനത്തിൽ ദുൽഖർനൈൻ എന്ന് പറഞ്ഞിരുന്നത് എന്നൊരഭിപ്രായം. അദ്ദേഹത്തിൻ്റെ തലയിൽ 2 മുഴകളുണ്ടായിരുന്നു. ആ മുഴ തലപ്പാവ് നീക്കിയാൽ കൊമ്പ് പോലെ തോന്നിച്ചിരുന്നു. അതുകൊണ്ടാണ് ദുൽഖർനൈൻ എന്ന് പറഞ്ഞതെന്ന് മറ്റൊരഭിപ്രായം. ഏതായാലും ദുൽഖർനൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം യസ്അലൂനക അൻ ദുൽഖർനൈൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ട് എന്ന കാര്യത്തിലൊക്കെ തർക്കങ്ങളുണ്ട് എന്ന്. അദ്ദേഹത്തിന് മുഴ പോലെ, കൊമ്പല്ല. ഇനി കൊമ്പാന്ന് പറഞ്ഞുണ്ടാക്കണ്ട, എന്ത് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കൂടും. കൊമ്പല്ല, എന്ത്, തലയിൽ 2 മുഴകൾ പോലെ നിന്നിരുന്നു. അത് തലപ്പാവ് നീക്കിയാൽ, തലയടച്ച് തലയെ കെട്ടുന്ന തലപ്പാവ് ആദ്യമായി കൊണ്ടുവന്നത് ദുൽഖർനൈനാണെന്ന് ഒരഭിപ്രായം. മനസ്സിലായില്ല? തലയടച്ച് കെട്ടുന്ന തലപ്പാവ് ആദ്യമായി കൊണ്ടുവന്നത് ദുൽഖർനൈനാണെന്ന് ഒരഭിപ്രായം. അതും ഒരഭിപ്രായമാണ്, നബിയല്ല. അക്ഷാംശ ധ്രുവാംശ രേഖകൾ ആദ്യമായി വ്യത്യാസപ്പെടുത്തി ജനങ്ങളെ പഠിപ്പിച്ചത് ദുൽഖർനൈനാണെന്ന് പ്രധാന അഭിപ്രായം. അക്ഷാംശ ധ്രുവാംശ, അതായത് ജോഗ്രഫിക്കൽ വിജ്ഞാനത്തിൻ്റെ ബേസ് ലോകത്ത് നൽകിയത് ദുൽഖർനൈനാണെന്നാണ് പ്രധാന പക്ഷം. കാരണം അദ്ദേഹത്തിന് ഏഷ്യയിലും യൂറോപ്പിലും അങ്ങനെ വിവിധ വൻകരകളിൽ അദ്ദേഹത്തിൻ്റെതായ പടക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സാമ്രാജ്യവും ഉണ്ടായിരുന്നു. ലോകം അടക്കി ഭരിച്ച ചക്രവർത്തികളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഏഷ്യയിൽ പോയതായി ഖുർആൻ പറയുന്നുണ്ട്, യൂറോപ്പിൽ പോയതായും ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുള്ള മഹാന്മാരിൽ യൂറോപ്പിൽ പോയ ആൾ ദുൽഖർനൈൻ മാത്രമാണ്. അതും ചിന്തിക്കണം. പക്ഷെ പോയതെന്തിനാന്ന് ഞാൻ പിന്നെ പറയാം. ഖുർആൻ പറഞ്ഞിട്ടുള്ള 25 നബിമാരും ഏഷ്യക്കാരും ആഫ്രിക്കയുമായി ബന്ധപ്പെട്ടവരുമാണ്. യൂറോപ്യന്മാരല്ല, അമേരിക്കക്കാരുമല്ല. എല്ലാം ഏഷ്യയാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ വിളനിലം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട
വഅതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ. എതിലെയും അദ്ദേഹത്തിന് പോകാൻ കഴിയുമായിരുന്നു എന്ന്. അതായത് ഓരോ സീസൺ അതായത് അക്ഷാംശ ധ്രുവാംശ രേഖകൾ അവസ്ഥയുടെ വ്യതിയാനങ്ങളെക്കുറിച്ച് വ്യക്തമായി ബോധം നൽകും. ഇല്ലെങ്കിൽ പിന്നെ നഷ്ടം സംഭവിച്ചു. അതാണ് അലക്സാണ്ടർക്ക് സംഭവിച്ചത്. അലക്സാണ്ടർ അല്ല ദുൽഖർനൈൻ. അലക്സാണ്ടർ വലിയ വിജിഗീഷ്വ, പക്ഷേ റഷ്യൻ സാഹചര്യത്തോട് യോജിച്ച ആളായിരുന്നില്ല അലക്സാണ്ടർ. ഉറുമ്പിനെ കൊല്ലുന്നത് പോലെയാണ് റഷ്യക്കാർ അലക്സാണ്ടറുടെ പട്ടാളത്തെ കൊന്നത്. അങ്ങനെ അലക്സാണ്ടർ പായക്കപ്പലിൽ കിടന്ന് നിന്ദനായി മരിക്കുകയാണ്. അത് അടുത്ത ആഴ്ച ഒരു വിഷയം പറയുമ്പോൾ ഞാൻ കൂട്ടി പറയാം, ഇടയിലാണ് പറഞ്ഞു പോയതാ. അപ്പൊ അയാളൊന്നല്ല ദുൽഖർനൈൻ വേറെ ഒരു മഹാനാണ്. ദുൽഖർനൈൻ്റെ ഖബർ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്താണ്, മൂസ നബിയുടെ ഖബറിന്റെ അടുത്താണെന്നാണ് പ്രധാന അഭിപ്രായം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? വളരെ ചിന്തിക്കേണ്ട. ഏതായാലും ഈ ദുൽഖർനൈൻ അങ്ങനെ യാത്ര ചെയ്യുക, പടിഞ്ഞാറ് യാത്ര ചെയ്യുക. അവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്, ഖാലൂ യാ ദൽ ഖർനൈൻ ഇന്ന യജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള് ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. ദുൽഖർനൈൻ എന്ന മഹാചക്രവർത്തി ഒരു പ്രദേശത്തെത്തിയപ്പോൾ വിവരമില്ലാത്ത ഒരു സമൂഹം ദ്വിഭാഷ മുഖേനയാണെന്നും അതല്ല കറാമത്ത് കൊണ്ട് അവരുടെ ഭാഷ അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നെന്നും അഭിപ്രായം കാണുന്നുണ്ട്. അവരുമായി സംസാരിച്ചു. അവരെക്കുറിച്ച് തൊട്ട് മുമ്പത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, ഒരു വിവരവുമില്ലാത്ത ഒരു പ്രദേശവാസികൾ. വിവരമില്ലാത്തവർ എന്ന് ഖുർആൻ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് പിന്നീട് ഞാൻ പറയാം. അത് നിങ്ങൾ ഓർമ്മപ്പെടണം, അവിടെ ഓർമ്മപ്പെടണം. പിന്നെ എവിടുന്ന് അവർക്ക് വിവരം കിട്ടി എന്ന് മനസ്സിലാക്കണം. ഇത് വളരെ യജൂജ് മഅജൂജ് യൂറോപ്പിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ വളരെ നിങ്ങൾ ബുദ്ധി കൊണ്ട് കോർക്കണം. മുഴുവനും കൂടെ ഒരേ സമയത്ത് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ എഴുതിക്കൊണ്ടെന്നത് ചുരുക്കേ ബുദ്ധി കൊണ്ട് കോർക്കാൻ പോവാണ്. പലപ്പോഴും ഞാൻ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ വരില്ല, കഴിഞ്ഞിട്ടാവും അത് പറയായിരുന്നല്ലോ എന്ന് തോന്നുക. നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ ദുൽഖർനൈൻ എത്തിപ്പെട്ട ജനതയെക്കുറിച്ച് അങ്ങനെ ഒരു ജനതയെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുമില്ല. അവരെ പരിചയപ്പെടുത്തിയത് അവർക്ക് വിജ്ഞാനം തീരെ ഇല്ല. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബേസിക് ഒരു സ്റ്റഡി പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് അവർ വിവരമില്ല എന്നല്ല പറഞ്ഞത്. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, പറഞ്ഞാൽ പോലും ഒരു നാഗരിക സമൂഹം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക പരിവർത്തനം പോലും ആ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നില്ലേ? വളരെ ചിന്തിക്കും. അവിടെ എത്തുക. അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, യാ ദൽ ഖർനൈൻ ഇന്ന യജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള് ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. നിങ്ങൾ ഞങ്ങൾക്കൊരു കെട്ടുണ്ടാക്കി തരുമോ എന്നാണ്. ശരി, ആദ്യം നമുക്ക് യജൂജ് മഅജൂജിനെ പരിചയപ്പെടാം. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറഞ്ഞാൽ അതൊക്കെ കാസിമിയുടെ പുതിയ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കടന്നു പോകും. അതിനേക്കാൾ നല്ലത് ഇത് KV മുഹമ്മദ് മുസ്ലിയാരുടെ ഖുർആൻ വ്യാഖ്യാനമാണ്. ഇത് അംഗീകരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ ഈ പരിഭാഷയിൽ നിന്ന് അങ്ങോട്ട് ഉദ്ധരിക്കാം. നിങ്ങൾ ആദ്യം യജൂജ് മഅജൂജിനെ ഒന്ന് മനസ്സിലാക്കുക. എൻ്റെ ധാരണകൾ ഒന്ന് പറയണമെങ്കിൽ അതിനാരിലെങ്കിലും ഒന്ന് ചാരണമല്ലോ എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സത്യത്തിൽ ഈ വിഷയം കണ്ടെത്തിയത്. വളരെ മനോഹരമായി പറയുന്നുണ്ട്. യജൂജ് മഅജൂജ് ആരാണെന്ന് KV മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന മഹാനവർകളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. നോക്കുക, ഇനി നമുക്ക് യജൂജ് മഅജൂജിനെ പറ്റി വിവരിക്കാം. നൂഹ് നബിയുടെ പുത്രനായ യാഫസിന്റെ സന്താന പരമ്പരയിൽ പെട്ടവരാണ് യജൂജ് മഅജൂജ് എന്നതിൽ ചരിത്രകാരന്മാർക്കും ഖുർആൻ വ്യാഖ്യാതാക്കൾക്കുമിടയിൽ ഭിന്നിപ്പൊന്നുമില്ല. അതൊന്ന് ഞാൻ അങ്ങോട്ട് പറയട്ടെ, ഒറ്റ മിനിറ്റ്. പ്രളയത്തിന് ശേഷം ലോക സംസ്കാരത്തെ നിലനിർത്തിയ
മക്കൾ, ആൺമക്കൾ നൂഹ് നബിക്ക് 3